60,000 കൊല്ലം അയാൾ സമൃദ്ധിയോടുകൂടി ജീവിക്കുമെന്നുള്ള ഒരു വരദാനം ഈ ഭണ്ഡന് കിട്ടി. പക്ഷേ ദേവന്മാർ പ്രതീക്ഷിച്ചതുപോലെ അല്ലാണ്ട് ഇയാൾ ഒരു ദേവകുലത്തിൽ ചേർക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു അസുരനായി തീർന്നു. കാമം നശിച്ചു, അവിടെ ക്രോധം ഉണ്ടായി എന്ന് പറയുന്ന മാതിരി ക്രോധത്തിൻ്റെ ആകൃതിയോടുകൂടി അതികോപിഷ്ഠനായ ഒരു അസുരനായിട്ട് ഭണ്ഡാസുരൻ ഉണ്ടായി. ഭണ്ഡാസുരൻ മാറി. അങ്ങനെ ദേവന്മാർക്കെല്ലാം താരകാസുരനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ മറന്നു. ഇപ്പോൾ ഭണ്ഡാസുരൻ്റെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായി. ദേവന്മാരുടെ വരദാനവും കിട്ടി. ഒരാൾ അയാൾക്ക് വരദാനം ചെയ്തു, നീ ആരുടെ കൂടെ യുദ്ധം ചെയ്താലും അവരുടെ പകുതി ശക്തി നിനക്ക് ഉണ്ടാവും എന്നുള്ള വരദാനമായിരുന്നത്. ഭണ്ഡാസുരൻ ദേവന്മാരുടെ അടുത്ത് കിട്ടിയ വരദാനത്തോടുകൂടി വളരെ ശക്തനായി. അയാൾ വലിയൊരു നഗരം ദേവശില്പിയെ കൊണ്ട് ഉണ്ടാക്കിച്ചു. അത് ശോണിതപുരം അല്ലെങ്കിൽ ശൂന്യക നഗരം എന്നാണ് അതിൻ്റെ പേര്. വളരെ വിചിത്രമായ പേരുകളാണ് ഇതിൽ കാണപ്പെടുന്നത്. ഭണ്ഡാസുരൻ തൻ്റെ തോള് തലോടി അല്ലെങ്കിൽ തട്ടി അതിൽ നിന്നും വിശുക്രൻ, വിഷങ്കൻ എന്ന് പറയുന്ന 2 സഹായികൾ അയാൾക്കുണ്ടായി, സഹോദരന്മാരുണ്ടായി. അവരാണ് അവസാനം വരെ അയാളുടെ കൂടെ നിൽക്കുന്നത്. അതുപോലെ അയാൾക്ക് അനിയത്തി ഉണ്ടായി, ധൂമിനി എന്നാണ് അവരുടെ പേര്. 3 ഭാര്യമാരെ കെട്ടി. സമ്മോഹിനി, കുമുദിനി, ചിത്രാംഗി, സുന്ദരി എന്ന് 4 ഭാര്യമാരാണ് ഭണ്ഡാസുരന്. അതുപോലെ 30ഓളം ഭണ്ഡപുത്രന്മാർ ഉണ്ടായി. വളരെ വിചിത്രമായ നാമകരണങ്ങളാണ് അവർക്ക്. അങ്ങനെ മറ്റുള്ള അസുരന്മാരിൽ നിന്നും ഭണ്ഡാസുരന് ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. ഇയാൾ മാത്രമല്ല, ആ നഗരം മുഴുവൻ രുദ്രമന്ത്രം ജപിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ദേവന്മാർക്ക് ആരൊക്കെ അവരെ ഭജിക്കുന്നുവോ അവർക്ക് അനുഗ്രഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ് അവരുടെ ശീലം. അത് കാരണം അവർ സ്വയം ശപിക്കപ്പെട്ടവരായിത്തീരുന്നു. കാരണം ഇയാൾ ഉപാസന ഭണ്ഡാസുരന് കൂടും. അവിടുത്തെ നഗരങ്ങളിലുള്ളവരൊക്കെ, ശൂന്യക നഗരത്തിലുള്ളവരൊക്കെ ഉപാസകന്മാരും കൂടിയാണ്. അങ്ങനെ അവർക്ക് വരദാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവരുടെ ബലം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. ഇവർക്ക് താമസിക്കാൻ പോലും സ്ഥലമില്ലാണ്ട് വനങ്ങളിലും പർവ്വതങ്ങളിലുള്ള ഗുഹകളിലൊക്കെ ചെന്ന് ബുദ്ധിമുട്ടി. അങ്ങനെ വളരെ വിഷമിച്ചു. ഇയാളാണെങ്കിൽ ഓരോ ദിവസവും ഉപാസനാ ബലം കൊണ്ടും ഇയാൾക്ക് 60,000 കൊല്ലം സുഖമായിട്ടുള്ള ജീവിതം ഉണ്ട് ഉള്ളത് കൊണ്ടും ഇയാൾ വളരെ പരാക്രമശാലിയായിത്തീരുന്നു. അങ്ങനെ 60,000 കൊല്ലം ദേവന്മാർ ബുദ്ധിമുട്ടി. ആ സമയം അടുത്തപ്പോൾ നാരദ മഹർഷി ഇനിയും ഇവനെ പൊറുപ്പിക്കാൻ പാടില്ല എന്നുള്ള വിചാരത്തോടു കൂടി ദേവന്മാരുടെ കൂടെ ഒരു ആലോചനാ യോഗം കൂടി. താൽക്കാലിക ശാന്തിയായിട്ട് ഇയാളെ കൊല്ലുവാൻ സാക്ഷാത് മഹാവിഷ്ണുവിനും കൂടി സാധ്യമല്ല. എങ്കിലും മഹാവിഷ്ണു ഒരു ഉപായം പറഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് കാമാസക്തി കൊണ്ട് അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടും. ഇയാളുടെ ശക്തി കുറയ്ക്കണമെങ്കിൽ, ഭണ്ഡാസുരൻ്റെ ശക്തിയുടെ തീവ്രത ശകലമെങ്കിലും കുറയ്ക്കണമെങ്കിൽ അയാൾ കാമവശകനായാൽ അയാളുടെ ഉപാസനയൊക്കെ കുറയും. അങ്ങനെ അയാളുടെ ബലം കുറച്ചെങ്കിലും കുറയും എന്നുള്ള ഒരു ഉപായം മഹാവിഷ്ണു പറഞ്ഞു. അങ്ങനെ അനവധി മോഹിനി രൂപങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചു അത്രേ. ഇയാൾ ജലാശയങ്ങളിൽ തൻ്റെ ഭാര്യമാരുടെ കൂടെ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭണ്ഡാസുരൻ. അത് ധർമ്മവിരുദ്ധമല്ല. അയാളുടെ ഭാര്യമാരുടെ കൂടെയുള്ള സമ്പർക്കം ധർമ്മവിരുദ്ധമാണെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ആ തടാകത്തിൻ്റെ അടുത്ത് അതിസുന്ദരികളായ മോഹിനി രൂപത്തോടു കൂടിയിട്ടുള്ള പലരും ചെന്നു അത്രേ. അങ്ങനെ ഭണ്ഡാസുരൻ മോഹവശപ്പെട്ടു. ഈ മോഹിനിമാരെ പ്രാപിക്കണം എന്നുള്ള ചിന്ത അയാൾക്കുണ്ടായി. അങ്ങനെ ഭണ്ഡാസുരൻ്റെ കൂടെയുള്ള വിശുക്രൻ, വിഷങ്കൻ, ധൂമ്രലോചനൻ മുതലായവരൊക്കെ
സ്ത്രീവശകരായി. നാട്ടിലുള്ളവരൊക്കെ അങ്ങനെയായി. പല്ലായിരക്കണക്കിന് മോഹിനിമാരാത്രേ അവിടെ പ്രവേശിച്ചത്. അങ്ങനെ എല്ലാവരും തൻ്റെ ധർമ്മം മറന്നു, കർത്തവ്യങ്ങൾ മറന്നു, രുദ്രജപം മറന്നു, യാഗങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ മറന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. അപ്പോൾ നാരദ മഹർഷി ദേവേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. ഇനിയും താമസിച്ചാൽ ഇനി കാര്യം ഭണ്ഡാസുരനെ കൊല്ലുവാൻ സാധിക്കാണ്ടേ ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി സാക്ഷാത് ജഗദംബികയെ പ്രാർത്ഥിക്കുക. അവർക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. ദുഃഖത്തിലും ദുരിതത്തിലുമുള്ളവർ ചെയ്യേണ്ട ഒരേ കാര്യം ആ ജഗദംബയുടെ ചരണങ്ങളെ സ്മരിക്കുക എന്നുള്ളതാണ്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.